കത്തി സച്ചിക്ക് നേരെ വീശിയേക്കാണ് ഗുണ്ട. ഏത് നിമിഷവും സച്ചിനെ കുത്താവുന്ന രീതിയിലാണ് ഗുണ്ടകൾ നിൽക്കുന്നത്. രേവതിക്ക് സച്ചിക്കും നേരിടേണ്ടി വരുന്ന ഗുണ്ടാക്രമണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ചെമ്പനിർപ്പൂ കൂട്ടുകാരെ. ഇന്നത്തെ ചെമ്പനിർപ്പൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സച്ചി രേവതിയും പ്രണയമുദ്രങ്ങളായി മൂന്നാറ് മുഴുവൻ കറങ്ങിയടിച്ച് നടക്കാൻ ഇവരെ പിന്തുടർന്നിട്ട് ഗുണ്ടാസംഘം പിന്നാലെയുണ്ട് ഇവരെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ശ്രുതിയും ടൂറ് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി വെച്ചെങ്കിലും ചന്ദ്രമതിയുടെ വ്യാജമായ വയറുവേദന കാരണം അവർക്ക് ടൂർ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ വണ്ടി അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോയാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വണ്ടി ഇങ്ങനെ നേരം വൈകിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് വണ്ടിക്കാരന് മനസ്സിലാവും ഇവർ പറ്റിക്കുകയാണോ എന്ന് ഇയാൾക്ക് തോന്നണം. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കോട്ടം പോയി അവർ തിരിച്ചു വരുമ്പോഴും ഇവൻ പോയിട്ടില്ല. ഇവ അവിടെ നടക്കുക. അപ്പോൾ എടാ നീ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയണം ഇല്ല അവർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. പറയാം അവരെന്നെ പറ്റിക്കുകയാണോ നിന്നെ ചോദിക്കും. പറയാം അവർ പറ്റിക്കുകയാണെങ്കിൽ അവർ വിവരം അറിയും എന്നൊക്കെ പറയണം. ഈ സമയത്ത് ചന്ദ്രമതിയുടെ വയറുവേദന വൈദ്യരുടെ അടുത്ത് നിന്ന് കഷായം കൊണ്ടുവന്ന് കൊടുത്തിട്ട് മാറി എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ശ്രുതി ഇങ്ങനെ ദേഷ്യം വന്നിരിക്കുമ്പോൾ ശ്രുതി വന്നിട്ട് ചോദിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ പോവുക ശ്രുതി എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നിയില്ല ഇന്നത്തെ പോക്ക് നടക്കുന്നതെന്നൊക്കെ പറയണം. ഈ സമയത്ത് ചന്ദ്രമതിയുടെ കരച്ചിലൊന്നും കേൾക്കാനില്ല. അപ്പോൾ ഇപ്പം അമ്മയുടെ വയറുവേദന മാറി തോന്നുന്നു കരച്ചിലൊന്നും കേൾക്കാനില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവർ സംസാരിക്കുന്നത് മുഴുവൻ ചെവി ഓർത്തിട്ട് ചന്ദ്രമതി വാതിലിൻ്റെ അവിടെ നിന്ന് എത്തി നോക്കുകയാണ്. ഇവരെന്താ പറയണമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ശ്രുതി പറയും ശരിയപ്പം ആൻറ്റിയുടെ കരച്ചിൽ കേൾക്കല്ല നമുക്കൊരു കാര്യം ചെയ്യാം ശ്രുതി പോയാലോ ചോദിക്കണം അന്ന് നമുക്ക് പോവാം ഞാൻ അമ്മോടൊന്ന് പറഞ്ഞിട്ട് വരാൻ പറയുമ്പോൾ വേണ്ട ഇപ്പം ആൻറ്റിയോട് പറയണ്ട നമുക്ക് യാത്രയൊന്നും പറയണ്ട നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പെട്ടിയെടുത്ത് ഇറങ്ങാൻ പോണ സമയത്ത് ഇതൊക്കെ കണ്ട് ഒളിച്ചു നിൽക്കാനുള്ള ചന്ദ്രമതി അപ്പം അയ്യോ വെയ്യേ വയറ് വേദനിച്ചിട്ട് വെയ്യേ പറഞ്ഞിട്ട് വേഗം റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഹോളിൽ വന്നിരിക്കുമ്പോൾ അമ്മ മാറിയില്ലേ അമ്മയുടെ ചോദിക്കുമ്പോൾ ഇല്ലടാ മാറിയില്ല എന്നൊക്കെ പറയണം. നിങ്ങൾക്ക് എങ്ങനെ പോവാം നിങ്ങൾ ഇനി എന്നെ ഇങ്ങനെ ഈ അവസ്ഥയിലിട്ടിട്ട്. അപ്പോൾ രവീന്ദ്രൻ ചന്ദ്രേ മാറിയില്ലേ നിൻ്റെ ഇത്ര നേരമായിട്ട് നിൻ്റെ വയറുവേദന മാറിയില്ലേ ചോദിക്കുമ്പോൾ പറയണം ഇല്ല രവിയേട്ടാ മാറിയില്ല വയറ് വേദനിച്ചിട്ട് വയ്യാന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി പറയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അമ്മയുടെ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോവാ ശ്രുതി എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി പറയണം എങ്ങനെ എൻ്റെ ഈ അവസ്ഥയിൽ ഇപ്പം പോവാ പിന്നെ എൻ്റെ മോനല്ലേ ഞാൻ സ്നേഹിക്കണ മോനല്ലേ ഞാനിങ്ങനെ വയ്യാണ്ട് കിടന്നല്ല സച്ചി രേവതിയാണെങ്കിൽ അവർ പോയേനെ എന്തായാലും ശ്രുതി അത് ചെയ്യില്ല എനിക്ക് ഉറപ്പാന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി ആകെ ധർമ്മസങ്കടത്തിലാവണം എന്ത് ചെയ്യും ടൂറ് പോകണോ പോവാതിരിക്കണം അമ്മയ്ക്ക് വയ്യാത്തത് അഭിനയിക്കാന്ന് ശ്രുതിക്ക് മനസ്സിലായി. പക്ഷെ ശ്രുതി അത് വിശ്വസിക്കണില്ലല്ലോ എന്താ വേണ്ടതെന്നുള്ള അവസ്ഥയിലാണ് ശ്രുതി ഇരിക്കണത് കേട്ടോ. അങ്ങനെ ശ്രുതി പറയണമെന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം സുഗുണനെ വിളിച്ച് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി വീണ്ടും സുഗുണനെ വിളിക്കുന്ന സമയത്ത് സുഗുണൻ്റെ കാറ് ചന്ദ്രോദയത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. സുഗുണനെ മനസ്സിലായി ഇയാൾ പറ്റിക്കുകയാണെന്ന്. സുഗുണൻ കയറി വന്നിട്ട് പറയാണ് ഫോൺ എടുക്കുമ്പോൾ സുഗുണ ഒരു കാര്യമുണ്ട് നീ ഇപ്പോൾ ഉറപ്പിട്ട് ചോദിക്കുമ്പോൾ എന്താ സാർ ചോദിക്കുമ്പോൾ പറയും അല്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ടല്ല ഞാൻ നിങ്ങളുടെ വീടിന് മുമ്പിലുണ്ട് ഇങ്ങോട്ട് വായോ എന്ന് പറയണ സുഗുണൻ. അപ്പോൾ ശ്രുതി വേഗം അയ്യോ അവൻ വണ്ടി കൊണ്ട് വന്നു ഇത്രേ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സുഗുണനോട് പറയല്ല സുഗുണ ഒരു കാര്യമുണ്ട് അമ്മയ്ക്ക് തീരെ വയ്യ അത് കാരണം കൊണ്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോകും സുഗുണൻ ഒരു കാര്യം ചെയ്യും 1 മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് വായോ പറയുമ്പോൾ പറയും എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ പറ്റിക്കുകയാണെന്ന് അതെ ഞാൻ 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ട് വരാൻ വേണമെങ്കിൽ വരാതിരിക്കാം നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ വേറെ വണ്ടി വിളിച്ചിട്ട് പോക്കോ എൻ്റെ വാടക ഇങ്ങോട്ട് കാട്ടി പറയാം വാടകയോ നിനക്കതിനെന്തിനാ ഞങ്ങൾ വാടക തരണേ എന്തിനാ വാടക തരണമെന്നോ രാവിലെ തൊട്ട് നിങ്ങൾ എന്നെ ഇവിടെ പുറപ്പെടുവിച്ച് നിർത്തിയേക്കല്ല എൻ്റെ എത്ര ഓട്ടം പോയി എന്നറിയോ എനിക്കൊരു ദിവസം ഓട്ടം ഓടിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് പെട്രോളും എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് 3000 രൂപ മാറ്റി വയ്ക്കാൻ കിട്ടാറുണ്ട് ആ 3000 രൂപ ഇപ്പം എനിക്ക് തരണം ഞാൻ പൊക്കോളാം പറയണേ എന്താ സുഗുണ അതിന് നീ എന്നെ ഞങ്ങളെ കൊണ്ടുപോയാക്കിയിട്ടില്ലല്ലോ എന്ത് വന്നാലും ശരി 3000 രൂപ തരണം അത് തരാതെ സുഗുണം പോയില്ല സുഗുണം നിങ്ങളുടെ ഈ പഠിക്കൽ നിരാഹാരം ഇരിക്കുന്നു പറയണം. അപ്പോൾ ശ്രുതി ഗത്യന്തരം ഇല്ലാതെ ശ്രുതി പോക്കറ്റിൽ നിന്ന് 3000 രൂപ എടുത്തിട്ട് സുഗുണന് കൊടുക്കുകയാണ്. അപ്പോൾ പറയും ഇത് കുറച്ച് കൂടുതലാട്ടോ ഞാൻ ഡ്രൈവർ സച്ചിയുടെ ഏട്ടനാന്ന് പറയുമ്പോൾ ആണോ സച്ചിയുടെ ഏട്ടനാണോ എന്നാൽ 3500 കാട്ടെന്ന് പറയണേ ഇതിപ്പോൾ അങ്ങനെയോ മര്യാദയ്ക്ക് 3000 രൂപ തന്നതാ നല്ലേ പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയുടെ അടുത്ത് നിന്ന് 3000 രൂപയും മേടിച്ചിട്ട് സുഗുണം പോവാണ്. അപ്പോൾ ശ്രുതി അകത്തേക്ക് പോയിട്ട് പറയണ ചന്ദ്രമതിയോട് ഇപ്പം അമ്മയ്ക്ക് സമാധാനമായില്ലോ എൻ്റെ 3000 രൂപ കളഞ്ഞപ്പോൾ അമ്മയ്ക്ക് സമാധാനമായില്ലോ അല്ലേ വെറുതെ കൊടുത്തു ഞാൻ ആ 3000 രൂപ വാഗമണിഞ്ഞൊട്ട് പോയില്ലേ 3000 രൂപ കൊടുക്കും ചെയ്തു പറഞ്ഞപ്പോൾ ചന്ദ്രമതി പറയണ എടാ നിനക്ക് എന്നേക്കാൾ വലുതാണ് 3000 രൂപ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവരുടെ ടൂർ പോക്ക് അവിടെ ക്യാൻസൽ ആവുകയാണ് കേട്ടോ. ഈ സമയത്ത് സച്ചി രേവതി ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് സെൽഫി എടുത്തിട്ടും മൂന്നാറിൽ ഇങ്ങനെ യുവമുദ്രങ്ങളെ പോലെ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഗുണ്ടകളാണെങ്കിൽ സച്ചിനും രേവതിനും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർ വൈകിട്ട് ഇങ്ങനെ തമ്പടിച്ചിട്ട് പറയണം മഴയാണ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ വെറുതെ ഒരു പകൽ വെറുതെ കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിലത്തെ ഒരാൾ പറയണേ ഞാൻ തോറ്റു കൊടുക്കാൻ എനിക്ക് സമ്മതമില്ല എനിക്ക് അവരെ വേണം എൻ്റെ കയ്യിൽ വേണം നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളായിട്ടൊന്നും തുടങ്ങിക്കേണ്ട ആദ്യം അവനായിട്ട് തുടങ്ങിയേക്കട്ടെ ബാക്കിയിൽ നമുക്ക് ഏറ്റുപിടിക്കാം അവനെ ഞാൻ തീർക്കും എന്നൊക്കെ പറയണ അതിലൊരുത്തൻ.
ഈ സമയത്ത് ശരിക്കും ഇതൊക്കെ ഉണ്ട്, അവിടെ മൂന്നാർ ടൂറ് പോയടുത്ത് ഫയറൊക്കെ ഉണ്ട്. പക്ഷേ മഴയായ കാരണം ഫയറൊന്നും പറ്റണില്ല. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അവിടുത്തെ നടത്തിപ്പുകാരനോട് ചോദിക്കുന്നുണ്ട്, സാർ ഫയറൊന്നും ഇല്ല. ചോദിക്കുമ്പോൾ ഈ മഴയത്ത് എങ്ങനെയാണ് നടത്താൻ പറ്റില്ല, നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തോ എന്നൊക്കെ പറയാണ്. അങ്ങനെ പാട്ടും ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അവരിങ്ങനെ പാട്ടിൻ്റെ അനുസരിച്ചിട്ട് ഓരോ കപ്പിൾസായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മധുരക്കിനാമി എന്നുള്ള പാട്ടും വെച്ചിട്ട് ഓരോ കപ്പിൾസായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതിയോട്, വാ സാർ രേവതി നമുക്കും ഡാൻസ് കളിക്കാമെന്ന് പറയുമ്പോൾ, ഏയ് വേണ്ട ഞാൻ ഇല്ല സച്ചിയേട്ടൻ കളിച്ചാൽ പറയണം. അങ്ങനെ സച്ചി സ്റ്റെപ്പ് എടുത്ത് പിന്നെ രേവതീനെ വന്ന് കൈപ്പിടിച്ച് രേവതിയും കൂടി ഡാൻസ് കളിക്കുകയാണ്. ഈ സമയത്ത് ഗുണ്ടകൾ അവിടുന്ന് എല്ലാവരും കള്ളം കുപ്പിയൊക്കെ ആയിട്ട് വന്നിട്ട് അവരും പുറത്ത് നിന്നിട്ട് ഡാൻസ് കളിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് സച്ചിന് ഓരോ കമൻ്റ് അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും പുറത്ത് പോയിട്ട് ഡാൻസ് കളിക്കുകയാണ്. ഇത് കാണുമ്പോൾ സച്ചിക്ക് രേവതിക്ക് അത് ഇറിറ്റേഷനാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അവിടുത്തെ മാനേജറോട്, സാർ ഇവരെന്താ ഇങ്ങനെ, ഇത് ഇവിടെ കപ്പിൾസൊക്കെ താമസിക്കുന്ന സ്ഥലമല്ല, ഇങ്ങനെ വെള്ളമൊക്കെ അടിച്ചിട്ട് പാടും, അവരോട് റൂമിലേക്ക് പോകാൻ പറയാമെന്ന് പറയണം. അപ്പം മറ്റേ മാനേജർ പറയണം, അതെന്താ ചെയ്യുക, ഇതിൻ്റെ ഓണറുടെ പരിചയക്കാരും ബന്ധുക്കളൊക്കെയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യൂ, നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ എൻജോയ് ചെയ്തോളൂ, അവർ കുറച്ച് കഴിഞ്ഞാൽ അവർ പൊക്കോളൂ, അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പേക്കൂത്ത് കാണിക്കാറുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചിയോട് രേവതിയോടും പറയും, നിങ്ങളത് ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ എൻജോയ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ പോവാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പറയാണ്, എടാ ഈ മഴയത്ത് ആപ്പിളാണല്ലേടാ വേണ്ടത്. അപ്പോൾ വേറൊരുത്തൻ പറയാണ്, ആ ആപ്പിളല്ലേ നിൽക്കണ, വെളുത്ത് തൊടുത്ത ആപ്പിൾ കടിച്ച് തിന്നാൻ തോന്നുക എന്നൊക്കെ അങ്ങനെ പറയാണ്. രേവതിനെ കമൻ്റ് അടിക്കുമ്പോൾ സച്ചി കൈയിൻ്റെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടാണ് ദേഷ്യം വന്നിട്ട്. അപ്പോൾ രേവതി സച്ചിയുടെ കൈമ പിടിക്കാണ്, വേണ്ട സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ ശരിയാവില്ല രേവതി, അവർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ, ഞാനൊന്ന് ശരിയാക്കി കൊടുക്കുമെന്ന് പറയുമ്പോൾ രേവതി പറയാണ്, സച്ചിയേട്ടാ നമുക്ക് റൂമിലേക്ക് പോകും, അവരെന്തെങ്കിലും ആയിക്കോട്ടെ പറയാൻ. അങ്ങനെ ഇവർ റൂമിലേക്ക് പോകാൻ തിരിയണ സമയത്ത് അതിലൊരുത്തൻ വന്നിട്ട് പറയാം, എന്താടാ നിനക്ക് മടുത്തോ ഈ ആപ്പിള്, നിനക്ക് വേണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യടാ, ഞങ്ങൾക്കും കൂടി ഒന്ന് താടാ, ഞങ്ങളും കൂടി ഇതിന് ടേസ്റ്റ് ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞാൽ അത് ആ പറഞ്ഞ സമയം കൊണ്ട് സച്ചി അവൻ്റെ മുഖത്ത് അടിച്ച് അവനെ നിലത്ത് വീഴ്ത്താണ്. ഇത് കണ്ടിട്ട് ആകെ ഞെട്ടിയിട്ടാണ് രേവതി നിൽക്കുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രിമിനൽസൊക്കെ സച്ചിനെ ആക്രമിക്കാൻ വരും. അതിലൊരുത്തൻ്റെ കയ്യിൽ കത്തിയുണ്ട്. അപ്പോൾ സച്ചിനെ ആക്രമിക്കാൻ വരുമ്പോൾ സച്ചി എല്ലാവരും അടിച്ച് നിലംപരിച്ചാക്കുക. അപ്പോൾ ആ കത്തിയുള്ളതും കത്തിയും കൊണ്ട് കുത്താൻ വരുമ്പോൾ രേവതി ആകെ ഞെട്ടി വിറച്ചിട്ട് ആകെ കരയാണ്. അപ്പോൾ സച്ചിനെ കുത്താൻ വരുമ്പോൾ സച്ചി അവനെയും പിടിച്ച് അടിച്ച് താഴ്ത്തിടാണ്. അങ്ങനെ എല്ലാ ഗുണ്ടകളെയും സച്ചി അടിച്ച് നിലം വരച്ചാക്കണം. ഈ സമയത്ത് കണ്ടു നിന്നോർന്നവരെ എല്ലാവരും കൂടി വേണ്ട ചേട്ടാ വേണ്ടാന്ന് പറഞ്ഞിട്ട് സച്ചിനെ അങ്ങനെ പിടിച്ച് മാറ്റിയാണ്. അങ്ങനെ ഗുണ്ടകളൊക്കെ തല്ലുകൊണ്ട് അവശയായിട്ട് കിടക്കുന്ന സമയത്ത് രേവതി പറയണം, വന്ന് സച്ചിയേട്ട റൂമിലേക്ക് പോകാൻ പറഞ്ഞിട്ട് സച്ചിനെ വിളിച്ച് രേവതി റൂമിലേക്ക് പോകണം. റൂമിൽ പോയി വാതിലടച്ച് കുറ്റിയിട്ട് രേവതി സച്ചിനെ പിടിച്ച് ബെഡിലേക്ക് തള്ളുകയാണ്. എന്നിട്ട് പറയണം, എന്താ സച്ചിയേട്ടൻ്റെ ഉദ്ദേശം, സച്ചിയേട്ടൻ എന്താ കാണിച്ചു, രേവതി ഞാനാണോ അവരല്ലേ എന്ന് ചോദിക്കാണ് സച്ചി. എന്താ അവരല്ലേന്ന് ഞാൻ സച്ചിയേട്ടനോട് പറഞ്ഞല്ലേ, ഒന്നും വേണ്ട നമുക്ക് റൂമിലേക്ക് പോവാൻ സച്ചിയേട്ടൻ, ഒന്നിനും നിൽക്കണ്ടെന്ന്. അപ്പോൾ സച്ചിയേട്ടനല്ലേ പറഞ്ഞത് കേൾക്കാതെ ഓരോന്ന് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, രേവതി നീ എന്തറിഞ്ഞിട്ട്, നിന്നെയല്ലേ അവർ കമൻ്റ് അടിച്ചായിരുന്നെന്ന് പറയുമ്പോൾ, എന്നെ കമൻ്റ് അടിച്ചോട്ടെ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സച്ചേട്ടനോട് ഒരു പ്രശ്നത്തിനും പോകണ്ട, നമുക്ക് റൂമിൽ പോകാമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇതിനാണോ എന്നെ ഹണിമൂണിനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. ഒരു ഗുണ്ടകളെ പോലെ, തെരുവ് ഗുണ്ടകളെ പോലെയല്ല സച്ചേട്ടൻ അവിടെ പെരുമാറിയത്, സച്ചേട്ടൻ്റെ കൂടെ ഒരു പെണ്ണായ ഞാനുണ്ടെന്ന് സച്ചേട്ടൻ ഓർത്തോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്ക് ആകെ വിഷമാവണം. അപ്പോൾ സച്ചി, രേവതി എൻ്റെ ഭാഗത്താണ് തെറ്റ്, ഞാനല്ലല്ലോ അവരല്ലേ തുടങ്ങി വെച്ച് ചോദിക്കുമ്പോൾ, അവരാണോ സച്ചേട്ടനല്ലേ ഇന്നലെ തുടങ്ങി വെച്ചത്, അതിൻ്റെ ബാക്കിയല്ലേ ഇതൊക്കെ ഉണ്ടായത്, സച്ചേട്ടനല്ല ആദ്യം അവരെ അടിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് രേവതി സച്ചിനെ കുറ്റപ്പെടുത്താണ്. എന്നിട്ട് പറയണോ, എനിക്ക് മടുത്തു, ഞാൻ കൂടെ ഉണ്ടെന്നുള്ളത് എൻ്റെ ഒരു അവസ്ഥയെ സച്ചേട്ടൻ മനസ്സിലാക്കില്ല, സച്ചേട്ടൻ കൂടെ ആരെങ്കിലും ഉണ്ടെന്നുള്ള രീതിയിലാണ് പെരുമാറിയത്, ഇനി എനിക്ക് ഇവിടെ ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല, ഈ നിമിഷം നമ്മൾ ഇറങ്ങും വിടുന്നത് പറഞ്ഞിട്ട് സച്ചിയോട് ദേഷ്യപ്പെട്ടിട്ട് രേവതി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം. സച്ചി പറയണം, രേവതി നീ എന്തായി പറയണം, നമ്മളിവിടെ മുഴുവൻ സച്ചേട്ടൻ ഇനി ഒന്നും പറയണ്ട, നോക്കിക്കോ ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളൂ, ഇതിൻ്റെ ബാക്കി ഇനി വരാൻ പോകണുള്ളൂ, അതുകൊണ്ട് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ ഞാനില്ല, ഈ നിമിഷം ഇറങ്ങണം വിടുന്നതെന്ന് പറയണം. അപ്പോൾ സച്ചി ആകെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. രേവതി ആണെങ്കിൽ ഇറങ്ങും എന്നുള്ള പ്ലാനിങ്ങിൽ തന്നെയാണ് ഇരിക്കുന്നത്. രേവതി അങ്ങനെ ഡ്രസ്സ് മുഴുവൻ പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ സച്ചി പറയേണ്ടത്, രേവതി എൻ്റെ ഭാഗത്താണോ തെറ്റ് വന്നേക്കണത്, നീ ഒന്ന് ആലോചിച്ച് നോക്കുക, നിന്നെ പറ്റി അവർ പറയണത് കേട്ടിട്ടല്ലേ ഞാൻ ഇതാക്കിയതെന്ന് പറയുമ്പോൾ രേവതി പറയണേ, എനിക്ക് മടുത്തു, എനിക്ക് ഇങ്ങനെയാണോ സച്ചേട്ടൻ പെരുമാറേണ്ടത്, ആദ്യം തുടങ്ങി വെച്ച സച്ചേട്ടനല്ലേ, ഞാൻ എത്ര പറഞ്ഞതാ വേണ്ട സച്ചേട്ടാ വേണ്ട, നമുക്ക് റൂമിൽ പോകാമെന്ന്, ഒരു നിമിഷമെങ്കിലും സച്ചേട്ടൻ ഞാൻ പറഞ്ഞത് കേട്ടോ, എന്നെപ്പറ്റി ഓർത്തോ, ഞാൻ സച്ചേട്ടൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം സച്ചേട്ടൻ ഓർത്തോ, അപ്പോഴും സച്ചേട്ടൻ്റെ ദേഷ്യം തന്നെയല്ലേ വലുത്. ഇപ്പം എന്തോരം പ്രശ്നങ്ങളാണ് സച്ചേട്ടൻ കാരണം ഇപ്പം ഉണ്ടായത്, ഇനി നമുക്കിവിടെ നിൽക്കാൻ പറ്റും തോന്നുന്നുണ്ടോ, ഇപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചിട്ടല്ലേ ഉള്ളൂ, ഇനി ഇതിൻ്റെ ബാക്കി പിന്നാലെ വരാൻ പോകണല്ലേ ഉള്ളൂ, എത്ര പറഞ്ഞാലോ സച്ചേട്ടന് മനസ്സിലാവുക, ഈശ്വര എൻ്റെ ഒരു തലവിധി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി തലയിലടിക്കുകയാണ്. എന്നിട്ട് രേവതി ഇങ്ങനെ സച്ചിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിയാണെങ്കിൽ താൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നറിയാതെ ശരിയുടെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന ആളാണ് സച്ചി, എന്നിട്ടും താൻ ചെയ്തത് ശരിയാണെന്ന് അറിഞ്ഞിട്ട് രേവതിയുടെ അടുത്ത് നിന്നുള്ള കുറ്റപ്പെടുത്തൽ കേട്ട ആകെ കണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ്. രേവതിയാണെങ്കിൽ സച്ചിനെ കുറ്റപ്പെടുത്തണം, ഒരു
നിമിഷം പോലും മൂന്നാറിൽ ഇനി നിൽക്കില്ല എന്നുള്ള ശബ്ദത്തിലാണ് രേവതി. കാരണം രേവതിക്ക് അറിയാം അതിന് പിന്നാലെ പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചേക്കാണ്, പ്രശ്നങ്ങൾ ഇനിയും വരുമെന്ന് രേവതിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് അവിടുന്ന് മൂന്നാറിൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് പോകാനുള്ള ഒരുക്കത്തിലാണ് അവർ. അപ്പോൾ അങ്ങനെ ആ ഒരു ക്ലൈമാക്സിലാണ് ഇന്നത്തെ ചെമ്പന്തിപ്പ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്